MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി ഞാൻ 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 4 വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായി കഴുകി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി 3 ടേബിൾ സ്പൂൺ തൈരും, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ഇത് നന്നായി ചിക്കനിലേക്ക് പുരട്ടണം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ പുരട്ടി കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. മസാല നന്നായി ചിക്കനിൽ പിടിക്കണം. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി ഈ കുക്കറിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഇപ്പോൾ 1 വിസിൽ വന്നു. ഇതിലെ സ്റ്റീം നന്നായി പോയിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സവാള നല്ല പൊടിയായിട്ട് തന്നെ അരിയണം. സവാള നന്നായി വഴന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വരണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് അരച്ചെടുക്കാം. 12 കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണിത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് അരച്ചത് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മസാലയൊക്കെ ചിക്കൻ്റെ മുകളിലേക്ക് പിടിക്കത്തക്ക വിധം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഈ രീതിയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ റോസ്റ്റാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്